വേദവ്യാസൻ മഹാഭാരതത്തിന്റെ രചയിതാവ് മഹാഭാരതം എഴുതാനിരുന്നപ്പോൾ കഥ ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് എഴുതുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ബുദ്ധിമുട്ട് ആശയങ്ങളുടെ കുറവുണ്ടായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ ധാരാളം ചിന്തകളും വികാരങ്ങളും സംഭവങ്ങളും നിറഞ്ഞിരുന്നതുകൊണ്ടായിരുന്നു. എവിടെ നിന്ന് തുടങ്ങണമെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം ഗണപതിയെ പ്രാർത്ഥിച്ചു. മഹാഭാരതം എഴുതാൻ ഗണപതി സമ്മതിച്ചു. പക്ഷേ ഒരു വ്യവസ്ഥ വെച്ചു. നീ ശ്ലോകങ്ങൾ കേൾപ്പിക്കാത്ത അത്രയും നേരം എന്നെ തടയാൻ പാടില്ല. മഹാഭാരതം പോലൊരു ഇതിഹാസം ഒറ്റയടിക്ക് എഴുതാൻ കഴിയില്ലായിരുന്നതുകൊണ്ട് ഇതൊരു പ്രയാസമുള്ള വ്യവസ്ഥയായിരുന്നു. ഇതിൽ പലപ്പോഴും തടസ്സങ്ങളും ഇടവേളകളും മാറ്റങ്ങളും ഉണ്ടാകാം. എന്നാൽ വ്യാസിന് ഗണപതിയുടെ സഹായം വേണമായിരുന്നു. അതിനാൽ അദ്ദേഹം സമ്മതിച്ചു. വ്യാസന്റെ ആശയങ്ങൾക്കും വാമൊഴി കഥയ്ക്കും ഒപ്പം പോകാൻ ഗണപതിക്ക് മാത്രമേ ആ ബുദ്ധിയും എഴുത്തിന്റെ വേഗതയും ഉണ്ടായിരുന്നുള്ളൂ. വ്യാസൻ അല്പം തന്ത്രപരമായി പറഞ്ഞു. ഞാൻ നിങ്ങളുടെ വ്യവസ്ഥ അംഗീകരിക്കുന്നു, മഹത്തായ ബുദ്ധിയുടെ സ്വാമി. പക്ഷേ ശ്ലോകത്തിന്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ എഴുതുക. ഇവിടെ വ്യാസൻ ഗണപതിയുടെ ബുദ്ധിശക്തിയെ പ്രശംസിച്ചു. എന്നാൽ ഓരോ ശ്ലോകത്തിന്റെയും ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കി എഴുതാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഗണപതി ഈ വെല്ലുവിളി സ്വീകരിച്ചു. കഥ ആരംഭിച്ചു. ഇവിടെ വ്യാസൻ വളരെ തന്ത്രശാലിയായിരുന്നു. കാരണം അദ്ദേഹം സംസ്കൃതത്തിൽ വലിയ പണ്ഡിതനായിരുന്നു. സങ്കീർണവും അവ്യക്തവുമായ ശ്ലോകങ്ങൾ എഴുതിയിരുന്നു. സംസ്കൃതത്തിന്റെ സങ്കീർണമായ വ്യാകരണ നിയമങ്ങൾ കാരണം ഓരോ ശ്ലോകവും മനസ്സിലാക്കാൻ ഗണപതിക്ക് സമയമെടുത്തു. ഗണപതി ഈ ശ്ലോകങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതുവരെ വ്യാസൻ അടുത്ത ശ്ലോകത്തിനായി തയ്യാറായിരിക്കും. അങ്ങനെ കഥ എഴുതപ്പെട്ടു. ഇതൊരു തരത്തിൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആദ്യ ഗെയിം തിയറിയുടെ ഉദാഹരണമായിരുന്നു.